നമ്മള് തീർച്ചയായിട്ടും AI യൂസ് ചെയ്യാറുണ്ട്. എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ക്ലയന്റിന് പ്രൊപ്പോസൽ അയക്കുന്ന സ്റ്റേജ് തൊട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാര് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ആൾക്കാര് പറയുന്നു SEO കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് തൊട്ട് തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർബന്ധമാണ് AI അറിയണം. വൈബ് കോഡിംഗ്. അപ്പോൾ വൈബ് കോഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. വൈബ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. അത് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം. വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വൈബ് അനുസരിച്ച് AI നമുക്ക് കോഡ് ചെയ്യുന്നതാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. ഈ ടൂളാണ് റീപ്ലേസ് ആവുന്നത്. ഇപ്പൊ നമ്മളെ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പ്, നമ്മുടെ നോളേജ് ആ കാര്യങ്ങളൊന്നും ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സാധാരണ നമ്മൾ എപ്പോഴും ട്യൂട്ടോറിയൽ വീഡിയോസ് ആണ് എടുക്കാറ്. ഞാനിന്ന് നമ്മുടെ ഇൻഫോ പാർക്കിലുള്ള ഓഫീസിലാണ് ഉള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു ആണ്. വിഷ്ണു നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഹെഡാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ വർക്കിലൊക്കെ AI കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെയുള്ള AI കുറിച്ചുള്ള കുറച്ച് ഡിസ്കഷൻസും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കവർ ചെയ്യാം. അപ്പൊ വിഷ്ണു, ഹായ്. ഹായ് മാം. ഹായ്. എങ്ങനെയാണ് വിഷ്ണു നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ AI കാര്യങ്ങളൊക്കെ ഇപ്പോ നിങ്ങൾ വർക്കിൽ യൂസ് ചെയ്യാറുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും AI യൂസ് ചെയ്യാറുണ്ട്. കാരണം AI യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ വെറുതെ കളയേണ്ട ഒരു ഇത് വരുമല്ലോ. നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പം കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ChatGPT വന്നു. അപ്പോൾ അതിന് മുമ്പുള്ളത് പ്രത്യേകിച്ച് എനിക്കറിയില്ല. നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് വണ്ടർ അടിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു പോയിന്റ് ഇട്ട് കൊടുത്താൽ തന്നെ അത് ഫ്രെയിം ചെയ്ത് ChatGPTയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇതിനു മുമ്പ് ഇവരെങ്ങനെയാണ് അത് ചെയ്തത്, ഇപ്പോൾ ഈ ബ്ലോഗൊക്കെ എങ്ങനെയാണ് ഇവർ ചെയ്തെടുത്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ ഒരു ChatGPTയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചെറുപ്പത്തിലൊക്കെ ഞാൻ ഈ സിനിമകളിലും മറ്റേ യന്തിരൻ സിനിമയിലൊക്കെയാണ് നമ്മൾ അതെ, റോബോട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താ ചോദ്യങ്ങൾ പറയുന്നത്, ഉത്തരം പറയുന്നത്, തിരിച്ചു പറയുന്നത്. നമ്മളത് ഇങ്ങനെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അടിപൊളിയാവുന്നു. പിന്നെ നേരെ തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് ChatGPT ഉണ്ട്. അപ്പോൾ അതൊരു ഹാർഡ്വെയർ അല്ലാന്നേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്നതിന് കറക്റ്റ് ഉത്തരങ്ങൾ നമ്മളൊരു ഫ്രണ്ടിനെ പോലെ തന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തും ഇപ്പോൾ ChatGPTയോട് ചോദിക്കുന്ന ഒരു പ്രകൃതി ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ChatGPT വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നമ്മൾ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ്, ക്യാപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ChatGPT. അപ്പോൾ തന്നെ വലിയൊരു ടോക്കായി. ChatGPT പുതിയ ഇത് വന്നിട്ടുണ്ട്, എന്ത് ചോദിച്ചാലും തിരിച്ച് ആൻസേഴ്സ് പറയും. അത് അത്ര വലിയ കാര്യമാക്കി ഞാൻ എടുത്തിട്ടില്ല. കാരണം ചെറിയ പരിപാടിയല്ലേ ഉള്ളൂ, ചെറിയ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തരുന്നത്. ഇത് പക്ഷേ ഞാനൊരു ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ അവിടുന്ന് വർക്ക് തരുമ്പോഴാണ് എനിക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. ഡെയിലി നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഇൻറ്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ ബാക്കി ക്യാപ്ഷൻസ് അതും ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സാധനങ്ങൾ. അപ്പോൾ അതിലെത്രത്തോളം ഇപ്പോൾ നമ്മളൊരു ക്യാപ്ഷൻ ഇരുന്ന് ആലോചിച്ച് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ഇന്നൊരു റീലുണ്ട്, ഇപ്പോൾ ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കാൻ തുടങ്ങി. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ ഒരു സമയത്ത് നമ്മളൊരു കോപ്പി റൈറ്റർ ഉണ്ട് സീനിയർ ആയിട്ടുള്ള. അപ്പോൾ പുള്ളി ഈ ഒരു ഇത് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കണം, ഇപ്പോൾ ഇന്നൊരു കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് കാര്യങ്ങൾ ആ സമയത്ത് ഒരു അറിവുള്ള ഒരു പ്രോംപ്റ്റ് രീതിയിൽ പുള്ളി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം കൊള്ളാലോ. എന്നാൽ ഡെയിലി പണികൾ പെട്ടെന്ന് തീരുന്നുമുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് നമ്മളതിൻ്റെ ബ്ലോഗും കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മെയിനായിട്ടുള്ള ഒരു സെക്ഷനാണ് SEO. അപ്പോൾ SEOയിൽ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ബ്ലോഗ് റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മളെ ബ്ലോഗ് റൈറ്റിംഗ് ഫുള്ള് ChatGPT തന്നെയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇതിനു മുമ്പ് ബ്ലോഗ് എഴുതിയവരൊക്കെ എങ്ങനെയാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത്? അവർ SEOന് വേണ്ടിയിട്ട് ബ്ലോഗ് എഴുതാൻ പിന്നെ പഠിക്കാൻ പോകണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു ബേസിക്കായിട്ട് നമ്മളൊരു AIയിലേക്ക് എങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്ന ഒരു സംഭവം അങ്ങനെയാണ്. നമ്മളൊരു കോഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ChatGPT. പിന്നെ അങ്ങോട്ടേക്ക് ഇതിൻ്റെ ഒരു ബൂം തന്നെയായിരുന്നു. ഇപ്പോൾ കുറേ ടൂൾസ് വന്നു. ഇപ്പോഴും ChatGPT അതേപോലെ തന്നെ നമ്മളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു ടാബ് തുറന്ന് നമ്മൾ ChatGPTയോട് ചോദിക്കുമ്പോൾ പിന്നെ ആ ടാബ് ഓഫ് ആയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ അത് ഓൺ ആക്കേണ്ട അവസ്ഥ വരെ വന്നു. കാരണം
ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ആവശ്യം വരുന്ന ഒരു അവസ്ഥ. പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഒരു മാർക്കറ്റിംഗ് ഫീൽഡിൽ ഭയങ്കര ഒരു അത്യാവശ്യ ഘടകമായിട്ട് ഈ ChatGPT മാറി. അതുപോലെ തന്നെ കുറേ AI ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ഞാൻ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഇതിനു മുമ്പ് ChatGPT-നേക്കാളും മുമ്പ് വേറെ കുറേ AIസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ മാമിന് ഇപ്പോൾ എന്താ പറയാനുള്ളത്? നമ്മൾ യൂസ് ചെയ്യുന്ന എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഞാനൊരു ക്ലയൻറ്റിന് പ്രൊപ്പോസൽ അയക്കുന്ന സ്റ്റേജ് തൊട്ട് AI യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് നമുക്ക് റിക്വയർമെൻറ്റ്സ് തരുമല്ലോ, റിക്വയർമെൻറ്റ്സ് തരുന്ന സമയത്ത് ആ റിക്വയർമെൻറ്റ്സ് ChatGPT-ക്ക് കൊടുത്ത്, നേരത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് അനലിസ്റ്റ് പോലെയുള്ളവരുടെ അടുത്തിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫുള്ള് അങ്ങനെ രീതിയിൽ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു നമുക്കൊരു പ്രൊപ്പോസൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അതൊക്കെ തന്നെ ഇപ്പൊ നമുക്ക് ഭയങ്കര ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഒരു ക്ലയന്റ് ഒരു മെയിൽ അയക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഫേസ് ഇപ്പം നമുക്കൊരു പ്രോട്ടോടൈപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനും ഭയങ്കരമായിട്ട് നമുക്ക് വൈബ് കോഡിങ് ത്രൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ റീസെന്റ് പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഫാം ERP-യുടെ ഒരു എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു ഒരു ക്ലയന്റിന്റെ അടുത്ത്. അപ്പൊ നമുക്കത് ഒരു ഫാമുകളുണ്ട്, പല ഫാമുകൾക്ക് വേണ്ടി അവരുടെ ഒരു മാനേജ്മെന്റ് പോലെ സോഫ്റ്റ്വെയർ പോലെ. അപ്പൊ അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ നേരത്തെ എന്ന് പറഞ്ഞ ഒരു ഡെമോ കാണിക്കാന്ന് പറയുന്നത് നമുക്ക് തന്നെ നല്ല രീതിയിൽ ടൈം കൺസ്യൂം ചെയ്യുന്നൊരു ഇതായിരുന്നു. നമ്മൾ ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മളതൊരു ഫിഗ്മ വെച്ചിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കതൊക്കെ ഭയങ്കര ഈസി ആയിട്ടൊരു പ്രോട്ടോടൈപ്പ് തന്നെ നമുക്ക് ക്ലയന്റിനെ ബിൽഡ് ചെയ്ത് കാണിക്കാനായിട്ട് കോഡിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് പറ്റും. നമ്മൾ തന്നെ കമ്പനിയിൽ നല്ല രീതിയിൽ ഇപ്പം യൂസ് ചെയ്യുന്നതാണ് കഴ്സർ, അതുപോലെ തന്നെ കോപൈലറ്റ്, ChatGPT. ഇതെല്ലാം ChatGPT-ക്ക് മുന്നേ തന്നെ നിങ്ങൾ വേറെ AIസോ ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? വെബ് ഡെവലപ്മെന്റിലാണെങ്കിൽ തന്നെ വേറെ ChatGPT-ക്ക് മുമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അതിന് ChatGPT ആണ് ഫസ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ GitHub കോപൈലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലോഡ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്ലോഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ക്ലോഡിന്റെ തന്നെ ഇത് വന്നിട്ടുണ്ട്, ആന്ത്രോപ്പിക്കിന്റെ. അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കോഡിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടൂൾസ് ആണ്. അത് നമ്മൾ നന്നായിട്ട് നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെവലപ്മെന്റ് ടൈം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എറേഴ്സ് കാര്യങ്ങൾ നല്ല രീതിയിൽ കുറവായി കിട്ടിയിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻസ് പോലത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂളുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ടൈം നല്ല രീതിയിൽ കുറഞ്ഞു, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതും അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും കൂടി. എറേഴ്സ് കുറഞ്ഞു എന്ന് പറയുന്നതിന്റെ അർത്ഥം എറേഴ്സ് ഉണ്ട് എന്നാണല്ലോ, മൊത്തത്തിൽ കുറഞ്ഞിട്ടില്ല എന്നാണല്ലോ. എറേഴ്സ് ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാനായിട്ട് പറ്റില്ല. അതിൽ നമ്മുടെ ബിഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും കൂടി അതിന്റെ ഉള്ളിൽ ഡെഫിനറ്റ്ലി ആവശ്യമായിട്ടുള്ളതുണ്ട്. എന്താണ് അപ്പോ ഇതിലിപ്പോ കോഡിങ്ങില് ChatGPT-ക്ക് ഉപരി ഹ്യൂമൻ കോഡിങ് എങ്ങനെയാണ് അതിൽ കുറച്ച് മുന്നിലേക്ക് എത്തുന്നത്? ഇപ്പൊ ChatGPT ഉപരി എന്താണ് ChatGPT-യുടെ മേളിൽ എന്താണ് ഒരു ഹ്യൂമൻ കോഡർ ചെയ്യാൻ പറ്റുന്നത്? സീനിയർ ആയിട്ടുള്ള ChatGPT ചെയ്ത അതിന് ഹാലുസിനേഷൻസ് ഉണ്ടാവും. ചില സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ആ ഒരു എന്താ പറയാ ഹാലുസിനേഷൻസ് വരും. ഹാലുസിനേഷൻ നമ്മൾ അതിന് പറയുന്ന ടേം, അത് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടായിരിക്കില്ല അതിന് മനസ്സിലാക്കുന്നതും അത് അതിന് ഔട്ട്പുട്ട് തരുന്നത്. ആ കേസിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഹ്യൂമൻ ഇന്റർവെൻഷന്റെ ആവശ്യങ്ങൾ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ഈ ഹാലുസിനേഷൻസ് വരുന്ന സമയത്ത് അതിനു വേണ്ടി നമ്മൾ ഹ്യൂമൻ ഹെൽപ്പ് ഡെഫിനറ്റ്ലി അതിന് ആവശ്യമുണ്ട്. നമ്മളെ ടീമിൽ തന്നെ ഡെവലപ്പേഴ്സ് അവരോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആള് എഴുതുന്ന കോഡും ChatGPT ഫ്രഷ് ആയിട്ട് നേരത്തെ കോഡ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും ആ ഒരു വ്യത്യാസം വരുന്നത്? എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എറർ വരാത്ത രീതിയിലാണ് കോഡ് പ്രിപ്പയർ ചെയ്യുന്നത്, മറ്റേത് ജസ്റ്റ് സംഭവം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് കോഡ് എഴുതുന്നത് എന്നുള്ളൊരു ഇത് എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അങ്ങനെയാണോ? അത് അതിനെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഏതെഴുതുന്ന കോഡിനെ കുറിച്ചാണ് പറയുന്നത്? അതെ, ഏതെഴുതുന്ന കോഡും എക്സ്പീരിയൻസ് ആയിട്ട് വേറെ ഒരാൾ ചെയ്യുന്ന കോഡും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരിക്കും? ഹ്യൂജ് വ്യത്യാസമൊന്നും നമുക്ക് പറയാനായിട്ടില്ല. ഭയങ്കരമായി ഇപ്പൊ ഈ ക്ലോഡിന്റെ കോഡ് എന്ന് പറയുന്നത് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു എനിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സീനിയർ ആള് ഡെവലപ്പ് ചെയ്ത് തരുന്ന രീതിയിലുള്ള കോഡുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. നേരത്തെയിലും ഒക്കെ ഉപരി അത് ഇനിയും ഓരോ മാസങ്ങളും ഇയേഴ്സും ഓരോരോ പുതിയ വേർഷൻസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ, അതൊരിക്കലും കുറയാനായിട്ട് പോകുന്നില്ല. പിന്നെ
ഹാലുസിനേഷൻസിന്റെ കേസാണ്. ഹാലുസിനേഷൻസ് വരുന്ന സമയത്ത് നമ്മളൊരു നല്ല രീതിയിൽ, അതും നമ്മൾ ഫ്രഷേഴ്സ് പോലെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും ആ ഒരു കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. നല്ല സീനിയർ ആയിട്ടുള്ള കോഡിങ്ങിനെ കുറിച്ച് നല്ല രീതിയിൽ നോളജ് ഉള്ള ഒരാൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇഷ്യൂസ് അതിൻ്റെ ഉള്ളിൽ വരും. നമ്മളുടെ ഇപ്പോൾ ഇവിടെ നമ്മൾ AI ഇൻ്റഗ്രേറ്റഡ് വെബ് ഡെവലപ്മെൻറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ പിള്ളേർ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ AI വെബ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? ഇപ്പോൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നവർക്ക് വെബ് ഡെവലപ്മെൻറ്റ് തന്നെ എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ AI ഇൻ്റഗ്രേറ്റ് എങ്ങനെയാണ് AI വെബ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ആവുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതെന്നുള്ളത് എങ്ങനെയായിരിക്കും അവർക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ മാമിന്? AI ഇന്റഗ്രേറ്റഡ് വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ വെബ് ഡെവലപ്മെന്റിന്റെ ബേസിക് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് കൊടുക്കും. അതായത് HTML, CSS, JS അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. അതായത് കുറെ നമ്മൾക്ക് വെബ് ടെക്നോളജീസ് ആണ് അതെല്ലാം. അതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് കോഡിങ്ങിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കോൾ എന്താണ്, അങ്ങനെയുള്ള കുറെ ക്ലാസ് എന്താണ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഈ ഒരു ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലായാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വൈബ് കോഡിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. വൈബ് കോഡിങ്, അപ്പോൾ വൈബ് കോഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. വൈബ് കോഡിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല, അത് ജസ്റ്റ് ഒന്ന് എലാബറേറ്റ് ചെയ്ത് പറയാം. വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വൈബ് അനുസരിച്ച് AI നമുക്ക് കോഡ് ചെയ്യുന്നതാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രോംപ്റ്റ് ChatGPT എടുത്ത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കില്ല, അതുപോലെ തന്നെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന്റെ ബേസിസിൽ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്ത് തരും. അതാണ് ബേസിക്കലി വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. വൈബ് കോഡിംഗ് ത്രൂ ഇപ്പം ഒരു കോഡിംഗ് അറിയാത്ത ഒരാൾക്കും പല ആപ്ലിക്കേഷൻസും വെബ്സൈറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബോൾട്ട്, അതുപോലെ തന്നെ ലവബിള് എന്നൊക്കെ പറയുന്ന ടൂൾസ് ഒക്കെ നമ്മുടെ ചാനൽ നമ്മൾ അതിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഒരു കോഡിങ് അറിയാത്ത ഒരാൾക്കും നമുക്കൊരു ഡിസൈൻ ഐഡിയാസും നമുക്ക് എന്താണോ റിക്വയർമെന്റും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്, അതുപോലെ തന്നെ ഡിസൈൻ നമുക്ക് വേണ്ട കളേഴ്സ്, ലോഗോസ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെബ്സൈറ്റും വെബ് ആപ്ലിക്കേഷൻസും ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക് എൻഡ് ഉൾപ്പെടെ ഉള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് ഡിപ്ലോയ് ചെയ്യാനും ഇങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ട് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഈ ഒരു AI കോഡ് ഡെവലപ്മെന്റിന് AI ഉപയോഗിക്കുന്നതും കൂടെ നമ്മൾ ഈ ഒരു കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണല്ലേ? അതെ അതെ. വൈബ് കോഡിങ് അല്ലാതെയും ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ പ്ലസ് ഈ ഒരു ടെക്നോളജീസും അതുപോലെ തന്നെ നമ്മുടെ കോഡിങ്ങിന്റെ കുറെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വിഷ്ണു, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ കോഡിങ്ങിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലെ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ AI കാര്യങ്ങളൊക്കെ ഇപ്പൊ യൂസ് ചെയ്യുന്നത്? ഒന്ന് വിഷ്ണു നേരത്തെ പറഞ്ഞിരുന്നു ക്യാപ്ഷൻസും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ SEOയുടെ കേസിൽ വരുമ്പം ബ്ലോഗിങ് പോലത്തെ കാര്യങ്ങളുടെ കേസും വിഷ്ണു പറഞ്ഞിരുന്നു. ഈ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, എത്രത്തോളം ഗൂഗിളിൽ ഇപ്പം ആൾക്കാർ സെർച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ ആദ്യത്തെ കണ്ടിന്യൂഷൻ പറഞ്ഞു തുടങ്ങാം, എന്നിട്ട് ഞാൻ ആ ആൻസറിലേക്ക് എത്താം. ഇപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ബ്ലോഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ ആഡ് കോപ്പി, അതേപോലെ തന്നെ ഈ ഗൂഗിൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഈ പരസ്യങ്ങൾ വരുന്ന സമയത്ത് പരസ്യങ്ങളിലും കുറേ ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ സ്പോൺസേർഡ് കാര്യങ്ങളൊക്കെ, അതിനൊക്കെ നമ്മൾ ഈ ChatGPT ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു ആദ്യം തന്നെ. പിന്നെ അത് ഉപയോഗിച്ച് പിന്നെ നമുക്കത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സാധനത്തിൽ ഭയങ്കരമായിട്ട് ഈ ഒരു AI ജെല്ലായി. ഇനിയിപ്പോൾ ChatGPT കാര്യങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരെ എത്തി. കാരണം ഡെയിലി നമ്മൾ യൂസ് ചെയ്യാണല്ലോ. ChatGPT കുറച്ച് ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയെന്ന്. അതെ, അപ്പോഴാണ് നമുക്ക് ഈ ഒരു ChatGPT ഇല്ലെങ്കിൽ നമ്മളെ വർക്കിനെ എത്രത്തോളം അത് ബാധിക്കും, എത്രത്തോളം നമ്മളുടെ കൂടെ അത് ഉണ്ട്, എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങൾ ആ ഒരു സമയങ്ങളാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വരും. കാരണം എല്ലാത്തിലും ChatGPT കൈയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടാബ് ഓഫ് ആക്കി കഴിഞ്ഞാൽ, ChatGPT ഒരു ടാബ് ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ അടുത്ത ക്ലയൻറ്റിൻ്റെ വരുമ്പോൾ പിന്നെ അത് ഓണാക്കണം. അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മളെ ഉണ്ട്, പക്ഷെ അത് ഫോർമുലേറ്റ് ചെയ്തൊരു പ്ലാൻ, ഇപ്പോൾ നമ്മളൊരു ഇമെയിൽ അയക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഫോർമാറ്റുള്ള രീതിയിൽ നമുക്ക് അയക്കണമെങ്കിൽ അത് നേരെ ChatGPT എടുത്ത് അത് നേരെ തിരിച്ചു തരുന്നത്. അപ്പോൾ അത്രത്തോളം നമ്മൾ ഭയങ്കരമായിട്ട് ഇതിന്
എന്താ അതാണ് ക്ലോസ് ആയിട്ട് എപ്പോഴും തന്നെ വർക്ക് ചെയ്യുന്ന അതെ അതെ നമ്മളെ കൂടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കൊളീഗിനെ പോലെ തന്നെ ആയി. അപ്പോൾ പിന്നീട് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കേസിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ChatGPT അത്യാവശ്യം നമുക്ക് ചെറിയൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എൻഹാൻസ് ചെയ്യാന്ന് പറയില്ലേ. ഇപ്പോൾ നമ്മളെ ഓർഗാനിക് മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ ഓർഗാനിക് കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് എൻഹാൻസ് ചെയ്ത് ഒരു വലിയൊരു സ്ക്രിപ്റ്റ് ആക്കി തരും. അത് ചെറിയ കാര്യമല്ല, കാരണം ഒരു സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് അത്യാവശ്യം സിമ്പിളായിട്ട് എഴുതണം, അല്ലെങ്കിൽ ലിറ്ററേച്ചർ പരമായിട്ടൊരു നമ്മൾ വായിക്കുന്ന ആൾക്കാർക്ക് അത് കറക്റ്റ് മനസ്സിലാവണം. ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് നോട്ടിലൊക്കെ എഴുതുമ്പോൾ എങ്ങനെ സ്ക്രിബിൾ ചെയ്തൊക്കെ എഴുതും, അത് നമുക്ക് തന്നെ ചിലപ്പം 2 ദിവസം കഴിഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. ഇത് ആ ഒരു ഫോർമാറ്റ് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ ടീമിന് കൊടുക്കുക, അവരത് മനസ്സിലാക്കുക, അത് ടീമായിട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. കാരണം ഐഡിയാസും കാര്യങ്ങളൊക്കെ ചിലപ്പം AI അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്താണ് തരുന്നത്, അത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഐഡിയാസും കാര്യങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് ടൈം നമ്മൾ അതിലേക്ക് ഇട്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ ഇത് സെറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർ നമ്മളെ ഈ മെയിനായിട്ട് പിന്നെ വന്നതിപ്പോൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞോട് പിന്നെ ഞാൻ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ മെയിനായിട്ട് നമ്മൾ റീൽസ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ ഇതുപോലെ തന്നെ ടോക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള സാധനങ്ങൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോ ക്ലയൻറ്റിനും ഓരോ വിധമായിട്ട് നമ്മൾ ഓരോ സെറ്റ് ചെയ്ത സാധനങ്ങൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ChatGPT ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയ സമയമുണ്ട്. പിന്നെയാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വേറൊരു സെക്ഷൻ വരുന്ന സാധനമാണ് ഇപ്പോൾ നമ്മളുടെ SEO എന്ന് പറയുന്ന സാധനം. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് അറിയലുണ്ടാവില്ല. ഇപ്പോൾ SEO നമ്മളൊരു കീവേഡ് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ കമ്പനീൻ്റെ വെബ്സൈറ്റ് ഫസ്റ്റ് വരിക, അപ്പോൾ അതിൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് സർവീസും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊഡക്ട്സും കാര്യങ്ങളും വാങ്ങുക എന്നുള്ള ഒരു ചുരുക്കം. ഇനി മാം ചോദിച്ചതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അത് മാം ചോദിച്ചതെന്ന് വെച്ചാൽ ഗൂഗിൾ സെർച്ച് റിസൾട്ടാണ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ മെയിനായിട്ട് വരുന്ന ഒരു ഭാഗമാണ് SEO എന്ന് പറഞ്ഞ സംഭവം. SEO എന്ന് ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ ഒരു കീവേഡ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് വേണമെന്ന് അടിക്കുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ഫ്രണ്ടിലേക്ക് കാണിക്കുക എന്നുള്ള രീതിയാണ്. അപ്പോൾ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോസസ്സാണ്, അതാണ് SEOൻ്റെ വർക്ക്. അപ്പോൾ ആ കാണിക്കുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ സർവീസ് ഓപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസുകൾ വാങ്ങുക എന്നുള്ള രീതിയിൽ, അപ്പോൾ നമുക്ക് അതിലൊരു കൺവേർഷൻസ് ആവും. അപ്പോൾ ആ ഒരു മാർക്കറ്റിംഗ് ആണ് നമ്മൾ SEO എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ AI എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് റിസൾട്ടിൽ തന്നെ ഈ സെർച്ച് തന്നെ ഒരു AI രീതിയിലാണ് സെലക്ട് ചെയ്തിട്ട് നമ്മളെ വെബ്സൈറ്റ് ആദ്യം കാണിക്കുന്നത്. ഗൂഗിൾ ഗൂഗിൾ തന്നെ ഒരു AI ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ SEO എങ്ങനെ ചെയ്യാൻ, SEOയിൽ എങ്ങനെ ഇത് വരാമെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ SEOയിൽ നമ്മളിപ്പോൾ ബ്ലോഗ് റൈറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വെബ് സൈറ്റ് വെബ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ AI കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കീവേഡ്, ഇപ്പോൾ ഒരു കീവേഡ് നമുക്ക് ആ കീവേഡിലാണ് നമ്മളെ വെബ്സൈറ്റ് വരണമെന്നുണ്ടെങ്കിൽ ആ കീവേഡ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ആ കീവേഡ് അല്ലെങ്കിൽ ആ കീവേഡിൻ്റെ സെയിം മീനിങ് ഉള്ള സാധനങ്ങൾ അവിടെ ഇവിടെ വരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ മാനുവൽ കണ്ടന്റ് ഒക്കെ കുറേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എഴുതുന്ന കണ്ടന്റൊക്കെ ഇതിൽ കുറച്ച് മുമ്പ് വരെയൊക്കെ ആ ഒരു AI കണ്ടന്റുകൾ നമ്മൾ മാച്ചും ഇതിലൊക്കെ ഉപയോഗിച്ചിരുന്നു, അത് അത്യാവശ്യം റാങ്കിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർ പറയുക, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ആൾക്കാർ പറയുന്നു SEO കഴിഞ്ഞു. ഈ ഒരു സമയത്ത് ഇപ്പോൾ SEOന് ഇപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വെബ്സൈറ്റുകളല്ല വരുന്നത്. ഇപ്പോൾ ആദ്യം വരുന്നത് ആൻസേഴ്സ് ആയിട്ട് നമ്മളെ ജെമിനി ഇപ്പോൾ ഗൂഗിളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവർ ഇതിൽ തന്നെയാണ് ആൻസർ ആയിട്ടാണ് വരുന്നത് AI. അപ്പോൾ പിന്നെ ആൾക്കാർ പറയുന്നത് പിന്നെ എന്തിനാണ് വേറെ സൈറ്റിലേക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ സർവീസിലേക്ക് പോകുന്ന ആൾക്കാർ വേറെ ബ്ലോഗിലേക്ക് പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജെമിനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ChatGPT അല്ലെങ്കിൽ പെർപ്ലക്സിറ്റിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കിപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം പെർപ്ലക്സിറ്റി ഒക്കെ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ കണ്ടന്റും കാര്യങ്ങളും എടുക്കുന്നത് തന്നെ നമ്മളുടെ ഈ ഒരു SEO സ്ട്രാറ്റജീസ്, ഈ ഒരു ബ്ലോഗ് അല്ലെങ്കിൽ വേറെ കണ്ടന്റ് അവിടെ സോഷ്യൽ ബുക്ക് മാർക്കിങ് സബ്മിഷൻസ് അവിടെ നിന്നൊക്കെ എടുത്തിട്ടാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു SEO ഈ ഒരു AI വന്നതിന് ശേഷം പുതിയൊരു സാധ്യത വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ AI തരുന്ന ആൻസേഴ്സിൽ നമ്മളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പനി നെയിം റാങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കേരള എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജെമിനിയിൽ ഒരു ലിസ്റ്റ് വരും. അപ്പോൾ ഈ ലിസ്റ്റ് എങ്ങനെയാണ് ഇവർ എടുക്കുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് എങ്ങനെയാണ് ഇവർ സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളത് അവർ വേറെ കണ്ടന്റുകളിലും അല്ലെങ്കിൽ വേറെ റിവ്യൂസ് അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ്സിലുള്ള റിവ്യൂസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ്
ഇവർ ഈ ഒരു റാങ്ക് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മളെ മാനുവലായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അത് റാങ്കായി വരും. അപ്പോൾ SEO ഒരിക്കലും ഡെഡ് ആവുന്നില്ല. ഇനി SEO ഈ AI ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ AI മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ SEO നമുക്ക് കൂടുതൽ പവർഫുൾ ആക്കാം, കൂടുതൽ ട്രസ്റ്റ് വർത്തി ആക്കാം. അങ്ങനെ കുറേ സാധ്യതകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ സെർച്ച് റിസൾട്ട് ഒരിക്കലും ഡൗൺ ആയി പോകുന്നില്ല. നമ്മളെ SEOയിൽ ഇപ്പോൾ ഇപ്പോൾ പഠിച്ചു വരാൻ പോകുന്ന കുട്ടികൾക്കുള്ള മെയിൻ ഡൗട്ടാണ് ഇപ്പോൾ SEO ഇപ്പോൾ ആരെടുത്ത് ചെയ്യുന്നു പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒന്നും വേറെ കോഴ്സുകൾ അങ്ങനെ അവർ പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല. നോർമൽ ഇപ്പോൾ SEO എങ്ങനെയാണ് വെബ്സൈറ്റ് എങ്ങനെ ഫ്രണ്ടിൽ വയ്ക്കാൻ കാര്യം നമുക്ക് വേണ്ട സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ജസ്റ്റ് വെബ്സൈറ്റ് ഫ്രണ്ടിൽ വെച്ചാൽ പോരാ, നമുക്ക് അതിൽ നിന്ന് ലീഡ്സ് വരണം. അതിന് നമ്മളുടെ ബിസിനസ് നെയിം അല്ലെങ്കിൽ സർവീസ് കാര്യങ്ങൾ നമുക്ക് ChatGPT അല്ലെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ ChatGPT പറയുന്നത് വിശ്വസിക്കുക, ജെമിനി പറയുന്നത് വിശ്വസിക്കുക എന്നുള്ള സാധനം. അപ്പോൾ ആ ഒരു ട്രസ്റ്റുള്ള സ്ഥലത്ത് നമ്മളുടെ കമ്പനീൻ്റെ പേര് വരുത്തുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് റിസൾട്ട്സിനെക്കാട്ടും ഉപരി നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇതിന് ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കോഴ്സിൽ ആ ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജനറേറ്റീവ് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എങ്ങനെ ചെയ്യാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ വളരെ നഷ്ടമാണ് എല്ലാ ബിസിനസ് ആൾക്കാർക്കും, എന്ത് ചെയ്യുന്ന ആൾക്കാർക്കും. ഇപ്പോൾ ഡിജിറ്റലായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ സർവീസോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വളരെ നഷ്ടമാണ്. അപ്പോൾ ഭാവിയിൽ ഇതൊരു അസറ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻസും കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം. കാരണം ഇതിപ്പോൾ വന്ന സ്ട്രാറ്റജി, ഇപ്പോൾ AI വന്നു, ഇനി എന്തായാലും ഇത് താഴാൻ പോകുന്നില്ല, ഇനി കൂടാനേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ കയറി പിടിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പക്ഷെ നമ്മളിപ്പോ ഈ ബേസിക് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ രീതിയിലുള്ള SEOയുടെ കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതിയോ? ഇപ്പൊ ChatGPTയിലും അതുപോലെ പെർപ്ലെക്സിറ്റിയിലൊക്കെ നമ്മുടെ സർവീസോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീസിനെയോ ഒക്കെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ ChatGPTയിൽ ചോദിക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് ChatGPTയിൽ ഒരു ട്രസ്റ്റിന്റെ ബേസിസിൽ ഞാൻ ചോദിക്കുന്നത് ഗിവ് മീ 5 or 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് പ്രൊവൈഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്നായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്താൽ മതിയോ ChatGPTയിൽ നമ്മളെ ലിസ്റ്റ് ചെയ്ത് കാണിക്കാൻ, അതോ വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടോ? ഈ ഒരു ജെമിനി നമ്മളുടെ സെർച്ച് റിസൾട്ടിലെ ആൻസർ തരുന്ന സമയം തൊട്ട് നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ആദ്യം നമ്മളൊരു ഷോർട്ട് കീവേഡും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ നമ്മൾ ഇനി തൊട്ട് ക്വസ്റ്റ്യൻ റിലേറ്റഡ് കീവേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ് ഇനി മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇനി ആൾക്കാർ ചോദിക്കുന്നത് വെച്ചാൽ നേരെ ChatGPTയുടെ അടുത്തൊക്കെ ചോദിക്കുന്നത് വാട്ട് ഈസ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഹൗ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സാധനങ്ങൾ നമ്മളെ കണ്ടന്റിൽ ആഡ് ചെയ്താലാണ് നമുക്ക് ആ ഒരു കീവേഡ് അനുസരിച്ചുള്ള സാധനങ്ങൾ, ഇപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലോഗ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കയറി വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ChatGPT കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ടായിരിക്കും ഇത് ChatGPT അല്ലെങ്കിൽ ജെമിനിയൊക്കെ തരുന്നത്. അപ്പോൾ അത് ജെന്യുവൻ ആണോ എന്ന് ചെക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമുക്ക് തരും. അപ്പോൾ ആ ഒരു ക്വയറി പോലത്തുള്ള അല്ലെങ്കിൽ ചോദ്യം പോലത്തുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു നമുക്ക് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന രീതിയിൽ ആൾക്കാരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് സൊല്യൂഷൻ കിട്ടണം, അതിനോടൊപ്പം തന്നെ നമ്മളെ ബിസിനസ് അവരിലേക്ക് എത്തണം. അപ്പോൾ ആ ഒരു കണക്ഷൻസ് ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. കാരണം വേണ്ട ആൾക്ക് നേരെയാണല്ലോ നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പരിപാടി. അതുപോലെ ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ പെർപ്ലെക്സിറ്റി ആണോ അതോ ChatGPT ആണോ, ഏതാണ് നിങ്ങൾ, അതോ ക്ലോഡ് ആണോ, ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? കാരണം പെർപ്ലെക്സിറ്റിയിലുള്ള ഒരു ഇതെനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറച്ചും കൂടിയും പല ഇത് സെർച്ച് ചെയ്ത് നമുക്ക് തരുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് പെർപ്ലെക്സിറ്റിയിൽ ദാൻ ChatGPT. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ വരുമ്പം കൂടുതൽ ഏത് ഒരു AI ടൂളാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്? ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടന്റ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ChatGPT അത്യാവശ്യം പവർഫുൾ ആണ്. കാര്യം ക്രിയേറ്റീവ് സാധനങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ChatGPT തരുന്ന ഇടയ്ക്ക് തരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ അടിപൊളിയായിട്ട് തോന്നും. കാരണം ക്രിയേറ്റീവ് അത്രയും നന്നായിട്ട് ചെയ്യുന്ന ഇതുണ്ടല്ലോ കാരണം ഇപ്പോൾ നമുക്ക് ജെമിനിയിൽ ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത് കൂടുതൽ ക്രിയേറ്റീവായിട്ട് നമുക്ക് ChatGPT തരുന്ന പോലെ നമുക്ക് കുറേ കാലം അത് യൂസ്ഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമുക്ക് കുറച്ചും കൂടെ അത്യാവശ്യമായിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ ChatGPT തന്നെ എടുക്കാറുള്ളത്. അപ്പോൾ അതിലൊരു ഇത് കസ്റ്റമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് തരുന്നത്. നമ്മൾ പ്രോംപ്റ്റ്
അത്യാവശ്യം ക്ലിയർ ആക്കുക എന്നുള്ള കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ. ബാക്കി നമ്മൾ റിസൾട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏകദേശം കണ്ടന്റിൻ്റെ കാര്യങ്ങൾ ഏകദേശം ChatGPT തന്നെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ ഓഡിയൻസ് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ തന്നെ നമ്മളെ ബിസിനസ് അനലൈസ് ചെയ്യാനും അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അനലൈസ് ചെയ്യാനും പിന്നെ ബാക്കി കുറേ ടൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് പെർപ്ലക്സിറ്റി ആണ് ഉപയോഗിക്കാറ്. പെർപ്ലക്സിറ്റി വരുന്ന സമയം തൊട്ട് ഞാൻ ഫോണിൽ അത് ഉപയോഗിക്കാറുള്ളത്. നമ്മളിപ്പോൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ ഗൂഗിളിൽ അവിടെ ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെ കളക്ട് ചെയ്തിട്ട് ഒരു മൊത്തത്തിലൊരു പോയിൻ്റായിട്ട് നമുക്ക് ആൻസർ തരിക എന്നുള്ള രീതിയിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഇപ്പോൾ ഈ ജനറലായിട്ട് നടക്കുന്ന ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പെർപ്ലക്സിറ്റി ഉപയോഗിക്കാറുള്ളത്. മെയിനായിട്ട് റിസർച്ചും കാര്യങ്ങളൊക്കെ ഇപ്പോൾ SEOയിലാണെങ്കിലും ആഡിലും കാര്യങ്ങൾക്കൊക്കെ റിസർച്ച് ചെയ്യും. പിന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ പെർപ്ലക്സിറ്റി ചോദിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ വിഷ്ണു, ഇപ്പൊ ഈ നിങ്ങള് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ ഒരുപാട് ഇപ്പം AI ടൂൾസ് യൂസ് ചെയ്ത് ക്രിയേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അപ്പൊ ഈ നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ജോബിന്റെ കാര്യത്തിൽ അതൊരു വെല്ലുവിളി അല്ലേ? അവർക്ക് ഇനി ജോബ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഗ്രാഫിക് ഡിസൈനേഴ്സിന്റെ ഒക്കെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു ജോബിന്റെ കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ എങ്ങനെയാണ്? അവരുടെ ജോബ് ഉണ്ടാവും ഇനി? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇപ്പം ഇന്നാള് തന്നെ നമ്മളിപ്പോൾ ഒരു നാനോ ബനാനയുടെ കണ്ടന്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ തന്നെ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഈ ഓരോ ഗ്രാഫിക് ഡിസൈനേഴ്സ് ഓരോ ബിസിനസ്സിന് വേണ്ടിയിട്ട് പോസ്റ്റേഴ്സ് ബാനേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം ഇനി അവരുടെ ആവശ്യമൊക്കെ വരുമോ എന്ന് വെച്ചാൽ, കാരണം അത്രയും പെർഫെക്റ്റ് അത്രയും പ്രിസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. ചെറിയ കുഴപ്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും ഇതിനിപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇത് പെർഫെക്റ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ എങ്ങനെ ഇവർ ഇപ്പോൾ AI ആയിട്ട് കൂടെ ഒരുമിച്ച് എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ടേക്ക് ഓവർ ചെയ്യുമെന്ന് ശരിക്കും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാനോ ബാനാൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു പ്രൊഡക്റ്റ് ഇത് ചെയ്യാനും മാർക്കറ്റിംഗ് ചെയ്യാനൊക്കെ വളരെയധികം അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ മാം തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു നാനോ ബാനാനെ കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മളെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ ഡൗട്ടുണ്ട്. കാരണം അവരുടെ ഒരു ഇതിലിപ്പോൾ ഇനിയിപ്പോൾ താഴെ കമൻസ് വന്ന് പറയാം ഇനിയിപ്പോൾ നമ്മളെ ജോലി പോകുമോ എന്നുള്ള കാര്യം. പക്ഷേ അറിയില്ല, നമുക്കത് കണ്ടറിയണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത്. AI ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ക്യാരക്ടറിന്റെ കൺസിസ്റ്റൻസി. ഫോട്ടോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്ന അതെ സമയത്ത് ആദ്യം ജനറേറ്റ് ചെയ്യുന്നു പിന്നെ ജനറേറ്റ് ചെയ്യുന്നു തമ്മിൽ ക്യാരക്ടേഴ്സിന് നല്ല ഡിഫറൻസസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ നാനോ ബനാന വന്നപ്പോ നോക്കുമ്പോഴത്തേക്കിനും ഒട്ടും ചേഞ്ച് വരുന്നില്ല അല്ലേ? അതെ കൺസിസ്റ്റൻസി ഉണ്ട് എന്നാണ് പറയുന്നത്. എഡിറ്റ് ചെയ്ത് കുറച്ചു മുമ്പ് എനിക്ക് 2 മാസം മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലക്സ് കോണ്ടെക്സ്റ്റ്. അപ്പോ അതിലും അടിപൊളിയായിട്ടാണ് ഇപ്പൊ നാനോ അത് വളരെ പെട്ടെന്ന് തന്നെയാണ് പെട്ടെന്ന് വരുന്നത്. ഒരു 10 സെക്കൻഡോ 10-15 സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ബിസിനസ് ഓണേഴ്സ് ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലാംഗ്വേജ് പ്രോംപ്റ്റ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് പഠിക്കേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല. രണ്ടാമത് വരുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കുമ്പോൾ തന്നെ നമ്മളെ ടെക്സ്റ്റ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഇതിനൊക്കെ ഒരു അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീഡിങ് സൈക്കോളജി പോലെയൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വേഗം സ്കാൻ ചെയ്യും ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സൈക്കോളജി ഉണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് രീതിയിൽ മാർക്കറ്റിംഗ് പോസ്റ്റേഴ്സാണ് മെയിനായിട്ട് വരിക. അതിപ്പോൾ നമ്മൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ റീഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയാണ്, അപ്പോൾ അതൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിന് അറിയാം ഇത് എവിടെയൊക്കെ പ്ലേസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു ബിസിനസ് ഓണേഴ്സിന് ചിലപ്പോൾ ഈ മാർക്കറ്റിംഗ് രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം അറിയില്ലായിരിക്കും. അവരിങ്ങനെ കാണാൻ രസം എന്നുള്ള അവർക്ക് കാണാൻ രസമായിട്ടുള്ള സാധനം എന്നുള്ള മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സാധനം കൂടെ പഠിക്കാം. അങ്ങനെ കുറച്ച് ഇതിൻ്റെ തിയറി ബേസ്ഡ് ആയ സാധനങ്ങൾ കുറച്ച് പഠിക്കണം. പക്ഷേ ടൂൾസ് ചിലപ്പം ഈ ഒരു ഇതായിട്ട് ഓവറോളായിട്ട് കോൺകർ ചെയ്യുക എന്നുള്ള ഇനിയിപ്പോൾ അത് കണ്ടറിയുക തന്നെ വേണം. ഇപ്പോൾ നമ്മളെ സൈക്കോളജിയുടെ കേസ് പറയുമ്പോൾ ഇപ്പൊ ChatGPT അല്ലെങ്കിൽ ഇതുപോലെയുള്ള AI ജനറേഷൻ ടൂൾസ് ഡെഫിനറ്റ്ലി ആ ഒരു ഡേറ്റ വെച്ചിട്ട് അവരെ ട്രെയിൻഡ് ആയിരിക്കും. ജനറേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റർ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ ഇപ്പം ഡിസൈനേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഭയങ്കരമായിട്ട് ക്യാച്ചി ആയിട്ടുള്ള രീതിയിലാണ് ടൈറ്റിൽസും അതിന്റെ ഓരോ പ്ലേസ്മെന്റും ഒക്കെ പ്ലേസ് ചെയ്ത് വരാറുള്ളത് അല്ലെ? അപ്പോ അത് എനിക്ക് തോന്നുന്നു അതും കൂടെ ChatGPT ചെയ്യുന്നല്ലേ. അപ്പോൾ ആ ഒരു സാധനം ബിസിനസ് ഓണേഴ്സ് അവെയർ ആയിരിക്കണം. കാരണം ആ ഒരു സാധനം അവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ അവരത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് പഠിക്കണം. അത് പഠിച്ചിട്ട് അവരുടെ ബിസിനസ്സിൽ ആ ഒരു ഡിസൈനിൽ അതെങ്ങനെ വരുത്താന്നുള്ള സാധനങ്ങൾ അവർ പഠിക്കണം, അല്ലെങ്കിൽ അത് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഓടിപ്പോയൊരു ബിസിനസ് ഓണർ ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് തട്ടി വിടുക എന്നുള്ള സാധനങ്ങളിലുപരി
അത് നമ്മളുടെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചുമ്മാ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നതിന് പ്രശ്നമില്ല, അവരൊരു ബ്രാൻഡിങ് രീതിയിൽ ഇടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ മാർക്കറ്റിംഗ് രീതിയിൽ അതിനൊരു ചെറിയൊരു ഫോർമാറ്റും കാര്യങ്ങളുണ്ട്, അതും കൂടി ഇതിനൂടെ പഠിക്കണം. പിന്നെ പ്രോംപ്റ്റും ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോംപ്റ്റും കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് അത് സംഭവം വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ, അപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ ഈ ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനെയുള്ളവരുടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അവര് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അവർക്കൊരു ജോലി കിട്ടാനായിട്ടും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജോലികളൊക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും എന്ത് കാര്യങ്ങളായിരിക്കും അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? അപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് തൊട്ട് തന്നെ AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിർബന്ധമാണ് AI അറിയണം. ഇപ്പം എൻ്റെ ഒരു ഫീൽഡ് തന്നെ എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തന്നെ ഒരു വേർഡിൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ആ ഒരു സാധനം അപ്പം തന്നെ പോസ്റ്റ് ചെയ്ത് എനിക്ക് അപ്പം തന്നെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ആ ഒരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ChatGPT സംസാരിക്കേണ്ട ആ ഒരു ലാംഗ്വേജ്, അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഫോർമാറ്റ് എന്തായാലും തീർച്ചയായിട്ട് പഠിച്ചിരിക്കണം, എന്നാലേ നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും എവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എവിടെയെങ്കിലും നമ്മൾ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഴയതായി. അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ മെയിനായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊത്തത്തിൽ അപ്ഡേഷനാണ്. കാരണം നമുക്കിപ്പോൾ മൊമെൻറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്, ട്രെൻഡിങ് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ AI യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ക്രിയേറ്റീവ്സിന് ഇപ്പോൾ കുറേ AIൻ്റെ ടൂൾസ് കുറേ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ പെട്ടെന്നൊരു ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ VO-ലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ പ്രൊഡക്ഷന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട. വിയോയുടെ കേസ് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കേസിൽ വീഡിയോ ക്രിയേഷനൊക്കെ വേണ്ടിയിട്ട് ഗൂഗിളിന്റെ VO3 ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ഇടയ്ക്ക് ട്രെൻഡിങ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാസ്കോ ഡ ഗാമേൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് ചെയ്തില്ല, വാസ്കോ ഡ ഗാമ വന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് കാണിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് നല്ലൊരു പ്രോംപ്റ്റിൻ്റെ സ്ട്രെങ്ത്ത് ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിൻ്റെ കോഴ്സും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പിന്നെ ഏതാണ് AI ഏജൻസ്, AI കോഴ്സ്, നോ കോഡ് AI ഏജൻസ്, അങ്ങനത്തെ കുറേ കോഴ്സുകളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ജോബിൻ്റെ കേസിൽ വരികയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. AIൻ്റെ കൂടെ തന്നെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ബാക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനുള്ളൊരു പ്രശ്നമാണ് AI പഠിച്ചില്ലെങ്കിൽ എന്താ, ഇപ്പോൾ ആ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എല്ലാവർക്കും ഉള്ളതാണ്. അത് ശരി തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഇതിപ്പോൾ. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഡെയിലി ഓരോ അപ്ഡേറ്റ്സ് വരാണ്. ഇപ്പോൾ മാമിന് തന്നെ അറിയാം, മാം ഇപ്പോൾ ട്യൂട്ടോറിയലും കാര്യങ്ങളും ഇടുന്നത്. ഇപ്പോൾ ഡെയിലി ആഴ്ചയിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ വരികയാണല്ലോ. ഇപ്പോൾ ജെമിനി ഒരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ChatGPT വേറെ സാധനം ഇറക്കും. അപ്പോൾ ഈ കോമ്പറ്റീഷൻ വരുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ ഒരു എവല്യൂഷൻ ഭയങ്കര പെട്ടെന്ന് തന്നെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ എവല്യൂഷൻ വരുന്നതിന് അതിൻ്റെ കൂടെ തന്നെ പിടിച്ച് നമുക്ക് വേണ്ട സാധനങ്ങൾ അതിൽ നിന്ന് എടുക്കുക, നമ്മളെ വർക്ക് സിമ്പിളാക്കുക, നമ്മളതിൽ എക്സ്പെർട്ടൈസ് ആവുക എന്നുള്ള സാധനമാണ് വേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഈ ഒരു എക്സ്പെർട്ടൈസ് വരിക. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കത് ആ പരിചയം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ ഈ വർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെ കാര്യം മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്കിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണല്ലോ, അങ്ങനെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, പ്രോംപ്റ്റും പിന്നെ ആ ഒരു തിയറി അല്ലാതെ ഇതെങ്ങനെ ബിസിനസ് ഓണേഴ്സ് അവർക്കൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ, പിന്നെ ക്രിയേറ്റിവിറ്റി എന്തായാലും വേണമല്ലോ, ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എല്ലാം കൂടെ എലമെൻറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരിതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു AI ടൂൾ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. ഈ ടൂളാണ് റീപ്ലേസ് ആവുന്നത്. ഇപ്പോൾ നമ്മളെ ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പ്, നമ്മുടെ നോളേജ്, ആ കാര്യങ്ങളൊന്നും റീപ്ലേസ് ആവുന്നില്ല. നമ്മൾക്ക് വരുന്ന ടൂൾ റീപ്ലേസ് ആവുന്ന ഒരു സംഭവം മാത്രം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണ് AI യൂസ് ചെയ്യുന്നത് എന്നും നമുക്ക് വിഷ്ണു പറഞ്ഞു തന്നു. അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ എങ്ങനെയാണ് ഒരു AIയുടെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കുറച്ച് നമുക്ക് മനസ്സിലായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ഇതുപോലെ ഇടണമെങ്കിൽ നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.